നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഒരു പുസ്തകത്തെപ്പറ്റിയാണ്. പക്ഷേ വെറുമൊരു പുസ്തകമല്ല. എഴുതിയിട്ട് പതിറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ഇന്നും നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ്. അതെ, ജോർജ് ഓർവെലിന്റെ 1984ന്റെ ലോകത്തേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ബിഗ് ബ്രദർ നിങ്ങളെ നിരീക്ഷിക്കുന്നു. ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് തോന്നുന്നില്ലേ? 1984 എന്ന നോവല് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഭീകരമായ ലോകത്തെ മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വാചകം മാത്രം മതി. ഇത് വെറും വാക്കുകളല്ല, ഇത് സമ്പൂർണമായ നിരീക്ഷണത്തിന്റെയും നിയന്ത്രണത്തിന്റെയും ഒരു പ്രതീകമാണ്. ഓർവെൽ സങ്കൽപ്പിച്ച ആ ലോകം അതെങ്ങനത്തെയാണെന്നോ? സമ്പൂർണ്ണ നിരീക്ഷണത്തിന് കീഴിലുള്ള ഒന്ന്. അതിന്റെ അടിത്തറ എന്തായിരുന്നു? ബഹുജന നിരീക്ഷണം, അതായത് മാസ് സർവൈലൻസ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ ലോകവും ഒരുപാട് ഡിജിറ്റൽ കണ്ണുകളുടെ നിരീക്ഷണത്തിലല്ലേ? ഇത് ഓർക്കുമ്പോൾ ഈ ആശയം കൂടുതൽ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നൂല്ലേ? ഓർവെലിന്റെ ആ ലോകത്ത് സത്യമെന്ന് പറയുന്നതിന് ഒരു വിലയുമില്ലായിരുന്നു. അത് ഭരണകൂടത്തിന്, അതായത് പാർട്ടിക്ക്, എപ്പോൾ വേണമെങ്കിലും മാറ്റിയെഴുതാവുന്ന ഒന്നായിരുന്നു. ചരിത്രത്തെ അവർ ഇഷ്ടം പോലെ തിരുത്തിയെഴുതി ജനങ്ങളെ നിയന്ത്രിച്ചു. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ വ്യാജവാർത്തകൾ അഥവാ ഫേക്ക് ന്യൂസ് എന്ന ആശയത്തോട് ഭയപ്പെടുത്തുന്ന ഒരു സാമ്യം തോന്നുന്നില്ലേ? കാരണം അവർ വിശ്വസിച്ചിരുന്നത് എന്താണെന്നോ? സത്യത്തെ നിയന്ത്രിക്കുന്നവർക്ക് ഭാവിയെയും നിയന്ത്രിക്കാമെന്ന്. അപ്പോൾ അടുത്തത് ചിന്താ പോലീസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രവൃത്തികളെ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെ പോലും കുറ്റകൃത്യമായി കാണുന്ന ഒരു സംവിധാനം. ഭരണകൂടത്തിനെതിരെ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നത് പോലും ചിന്താക്കുറ്റം അഥവാ തോട്ട് ക്രൈമായി കണക്കാക്കും. ശിക്ഷയോ മരണം വരെയാകാം. ഈ ആശയങ്ങളൊക്കെ ഇന്ന് എത്രത്തോളം പ്രസക്തമാണെന്നോർക്കുമ്പോൾ ശരിക്കും പേടി തോന്നും. അതെ, ഇന്നത്തെ ലോകവും 1984 ആ ലോകവും തമ്മിലുള്ള സാമ്യങ്ങൾ. നമ്മൾക്ക് അതിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം ഓർക്കണം. ഈ നോവൽ എഴുതിയത് 75 വർഷം മുൻപാണ്, 1949. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. സ്റ്റാലിനിസം പോലുള്ള ഏകാധിപത്യ ഭരണകൂടങ്ങൾ ശക്തി പ്രാപിക്കുന്ന കാലം. അതെല്ലാം കണ്ട ജോർജ് ഓർവെൽ അധികാരം അതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഭീകരമായ മുന്നറിയിപ്പായിട്ടാണ് ഈ നോവൽ എഴുതിയത്. ശരി, അപ്പോൾ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് നേരെ നോവലിലെ ആ ഇരുണ്ട ലോകത്തേക്ക് പോകാം. ഓഷ്യാനിയയിലേക്ക് സ്വാഗതം. നമ്മുടെ കഥാനായകനായ വിൻസ്റ്റൺ സ്മിത്ത് ജീവിക്കുന്ന ലോകമിതാണ്. ഓഷ്യാനിയ എന്നു പേരുള്ള ഒരു മഹാരാജ്യം. ഇവിടെ ഭരിക്കുന്നത് പാർട്ടിയാണ്. അവരുടെ പ്രത്യയശാസ്ത്രമാണ് ഇങ്സോക്ക്, അതായത് ഇംഗ്ലീഷ് സോഷ്യലിസം. പക്ഷെ പേരിൽ സോഷ്യലിസം എന്നൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സത്യത്തിൽ വ്യക്തിസ്വാതന്ത്ര്യമെന്നൊന്ന് അവിടെയില്ല. എല്ലാം നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയുടെ തലപ്പത്ത് ആരാണെന്നോ? നിഗൂഢനായ ബിഗ് ബ്രദർ. പിന്നെ ഈ ലോകം എപ്പോഴും യുദ്ധത്തിലാണ്. ഒന്നുകിൽ യുറേഷ്യയുമായി അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യയുമായി. പക്ഷേ രസം അതല്ല, ശത്രു ആരാണെന്ന് പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അപ്പോൾ ഈ ലോകത്തിലെ പ്രധാന കളിക്കാരാരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ നായകൻ വിൻസ്റ്റൺ സ്മിത്ത്, സത്യം തേടി നടക്കുന്ന ഒരു സാധാരണക്കാരൻ. പിന്നെ വരുന്നത് ഓബ്രായൻ, പാർട്ടിയുടെ ഒരു വലിയ തലവൻ, പക്ഷെ ഒരു വഞ്ചകൻ. അയാൾ വിൻസ്റ്റന്റെ പ്രതീക്ഷയും അതേസമയം നാശവുമാണ്. പിന്നെ എല്ലായിടത്തും പോസ്റ്ററുകളിൽ മാത്രം നമ്മൾ കാണുന്ന സർവശക്തനായ ബിഗ് ബ്രദർ. ഒടുവിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന മുഖമില്ലാത്ത ആ അധികാരകേന്ദ്രം, പാർട്ടി. അപ്പോ എങ്ങനെയാണ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു സമ്പൂർണ്ണ അധികാരം കിട്ടുന്നത്? എങ്ങനെയാണ് അവരത് നിലനിർത്തുന്നത്? അവരുടെ പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? പാർട്ടിയുടെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാവോ? ചരിത്രത്തെ മായ്ച്ചു കളയുകയെന്നത് തന്നെ. ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നവൻ ഭാവിയെ നിയന്ത്രിക്കുന്നു. വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നവൻ ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നു. വിൻസ്റ്റന്റെ ജോലി തന്നെ ഇതാണ്. സത്യത്തിന്റെ മന്ത്രാലയം എന്നൊരു സ്ഥലത്തിരുന്ന് പഴയ പത്രങ്ങളും രേഖകളുമൊക്കെ പാർട്ടിയുടെ പുതിയ നുണകൾക്കനുസരിച്ച് തിരുത്തിയെഴുതുക. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്നലെ ശത്രുവായിരുന്ന രാജ്യം ഇന്ന് മിത്രമായാൽ ചരിത്ര പുസ്തകങ്ങളിൽ ആ രാജ്യം എക്കാലത്തും മിത്രമായിരുന്നു എന്ന് മാറ്റിയെഴുതും. അതാണ് അവസ്ഥ. അടുത്ത ആയുധം അതിലും ഭീകരമാണ്. ഭാഷയെ തന്നെ നശിപ്പിക്കുക. അതിനായി അവരൊരു പുതിയ ഭാഷയുണ്ടാക്കി. പേരാണ് ന്യൂസ് സ്പീക്ക്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്നോ? വാക്കുകളുടെ എണ്ണം കുറയ്ക്കുക. അതുവഴി മനുഷ്യന്റെ ചിന്തയുടെ അതിരുകൾ തന്നെ ഇല്ലാതാക്കുക. നോവലിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ന്യൂസ് സ്പീക്കിന്റെ പ്രധാന ലക്ഷ്യം ചിന്തയുടെ വ്യാപ്തി കുറയ്ക്കുകയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന്. സംഭവം സിമ്പിളാണ്. സ്വാതന്ത്ര്യമെന്നൊരു വാക്ക് ഭാഷയിലില്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? അങ്ങനെ ഭാഷയെ നിയന്ത്രിച്ച് അവർ ചിന്തകളെ നിയന്ത്രിച്ചു. വിപ്ലവം എന്നൊരു വാക്കുപോലും ഇല്ലാത്തൊരു ഭാഷയിൽ പിന്നെങ്ങനൊരു വിപ്ലവം ഉണ്ടാകാനാണ്? അവരുടെ മൂന്നാമത്തെ ആയുധം യാഥാർത്ഥ്യത്തെ തലകീഴായി നിർത്തുക എന്നതായിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക മുദ്രാവാക്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. യുദ്ധം സമാധാനമാണ്, സ്വാതന്ത്ര്യം അടിമത്തമാണ്, അജ്ഞത ശക്തിയാണ്. ഇങ്ങനെ പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുമ്പോൾ അവരുടെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് തന്നെ ഇല്ലാതാവും.
ഒരേ സമയം രണ്ട് വിപരീത ആശയങ്ങളിൽ ഒരുപോലെ വിശ്വസിക്കുന്ന ഈ അവസ്ഥയ്ക്ക് നോവലിൽ പറയുന്ന പേരാണ് ഡബിൾ തിങ്ക്. അപ്പോ ഈ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതിനാണ് എല്ലായിടത്തും ടെലിസ്ക്രീനുകളുള്ളത്. അതായത് നിങ്ങളെ അങ്ങോട്ട് കാണുകയും നിങ്ങളുടെ സംസാരം ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യുന്ന ടിവികൾ. പോരാത്തതിന് നിഴല് പോലെ എപ്പോഴും പിന്നാലെയുള്ള ചിന്താ പോലീസും. അപ്പോൾ പിന്നെ അനുസരണ എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല വരുന്നത്. ശുദ്ധമായ പച്ചയായ ഭയം അതിൽ നിന്നു മാത്രമാണ്. പക്ഷേ പാർട്ടിക്കെതിരെ വിൻസ്റ്റൺ നടത്തിയ ചെറിയ ചെറുത്തുനിൽപ്പുകൾ അതെല്ലാം ഒടുവിൽ പിടിക്കപ്പെട്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് അവർ പൂർണ്ണമായി തകർത്തില്ലാതാക്കുന്നത് എന്നാണ്. ചതിക്കപ്പെട്ട വിൻസ്റ്റനെ അവർ കൊണ്ടുപോകുന്നത് സ്നേഹത്തിന്റെ മന്ത്രാലയം എന്നു പേരുള്ള ഒരിടത്തേക്കാണ്. പേര് കേട്ടിട്ട് നല്ല സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ അതിന് നേർ വിപരീതമാണ്. ക്രൂരമായ പീഡനങ്ങളുടെയും വേദനയുടെയും ഒരു കേന്ദ്രം. മനുഷ്യന്റെ ആത്മാഭിമാനത്തെയും അവന്റെ വ്യക്തിത്വത്തെയും പൂർണ്ണമായി തകർക്കുക, അതാണ് അവിടുത്തെ ജോലി. ആ മന്ത്രാലയത്തിനുള്ളിൽ ഒരു പ്രത്യേക മുറിയുണ്ട്, റൂം 101. അതാണ് ഏറ്റവും ഭയാനകമായ ഇടം. കാരണമെന്താണെന്നോ? നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തിനെയാണോ ഏറ്റവും കൂടുതൽ പേടി, ആ പേടിയെ നിങ്ങൾക്കാ മുറിയിൽ നേരിടേണ്ടി വരും. ഇത് വെറും ശാരീരിക പീഡനമല്ല, നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി തകർക്കാനുള്ള അവസാനത്തെ ആയുധമാണ്. വിൻസ്റ്റന് ഏറ്റവും പേടി എലികളെയായിരുന്നു. വിശന്ന എലികൾ നിറഞ്ഞ ഒരു കൂട് അവന്റെ മുഖത്തേക്ക് അവർ അടുപ്പിച്ചപ്പോൾ അവന്റെ അവസാനത്തെ ചെറുത്തുനിൽപ്പും ഇല്ലാതായി. അവൻ അലറി വിളിച്ചു, എന്നെ ഒന്നും ചെയ്യരുത്, ഇത് ജൂലിയോട് ചെയ്യൂ എന്ന്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ തന്റെ പ്രണയത്തെ, തന്റെ ആത്മാവിനെ, അവന്റെ മനുഷ്യത്വത്തെ തന്നെ ഒറ്റിക്കൊടുത്തു. നോവൽ അവസാനിക്കുന്നത് ഒരൊറ്റ വാചകത്തിലാണ്. കേട്ടാൽ മരവിച്ചു പോകുന്ന ഒരു വാചകം. അവൻ ബിഗ് ബ്രദറിനെ സ്നേഹിച്ചു. അതെ, പാർട്ടിയുടെ വിജയം അവിടെ പൂർണ്ണമായി. അവർ വിൻസ്റ്റനെ കൊന്നില്ല, പകരം അവന്റെ മനസ്സിനെ കൊന്നു. എന്നിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വെറും തൊണ്ടാക്കി അവനെ മാറ്റി. ഇതിലും ഭീകരമായൊരു മാനസിക നിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. അപ്പോ ഓഷ്യാനിയയുടെ ആ ഇരുണ്ട ലോകത്തുനിന്ന് നമുക്ക് തിരികെ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഒരു ചോദ്യമുണ്ട്. 1949 എഴുതിയൊരു പുസ്തകം എന്തുകൊണ്ടാണ് ഇന്നും ലോകം മുഴുവൻ ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. കാരണം ഓർവെൽ അന്ന് എഴുതിയ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചുറ്റും പല രൂപത്തിൽ കാണാൻ കഴിയും. നമ്മുടെയെല്ലാം ഡേറ്റ ശേഖരിക്കുന്ന ഭരണകൂടങ്ങളും വലിയ കമ്പനികളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും പ്രൊപ്പഗാണ്ടയും നമ്മുടെ സ്വകാര്യത ഇല്ലാതാക്കുന്ന പുതിയ ടെക്നോളജികൾ, എന്തിനേറെ പറയുന്നു, ബിഗ് ബ്രദർ എന്ന വാക്കുപോലും ഇന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നായി മാറിയില്ലേ? ഭാവിയുടെ ഒരു ചിത്രം വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് എന്നേക്കുമായി ചവിട്ടി നിൽക്കുന്ന ഒരു ബൂട്ട് സങ്കൽപ്പിക്കുക. സമഗ്രാധിപത്യത്തിന്റെ യഥാർത്ഥ മുഖമെന്താണെന്ന് ഇതിലും നന്നായി വിവരിക്കാൻ കഴിയില്ല. അവിടെ പ്രത്യാശാസ്ത്രങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അധികാരത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ഭീകരമായ ലോകം, അതാണ് ആ ചിത്രം. അപ്പോ അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഓർവെൽ എഴുതിയ ഈ പുസ്തകം അതൊരു പ്രവചനമായിരുന്നോ, അതോ സത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ നമ്മോടുള്ള ഒരു ആഹ്വാനമായിരുന്നോ? ഒരുപക്ഷെ ഓർവെൽ നമുക്ക് മുന്നിൽ ഒരു കണ്ണാടി പിടിച്ചതായിരിക്കാം. അതിൽ തെളിയുന്ന ആ പ്രതിബിംബം മാറ്റി എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.